കാട്ടിൽ എല്ലാ പക്ഷികളും ഒരുപാട് സ്നേഹത്തോടും പിന്നെ സൗഹൃദത്തോടെയും ജീവിച്ചിരുന്നു. മൂങ്ങ, മൈന, തത്ത, പ്രാവ്, കാക്ക, മയിൽ, മരംകൊത്തി, രാപ്പാടി, കുയിൽ എല്ലാവരും സന്തോഷത്തോടെ അവരുടെ ജീവിതം ജീവിച്ചിരുന്നു. ഒരിക്കൽ പ്രാവ് അതിന്റെ മക്കളോടൊപ്പം കൂട്ടിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഗോൾഡിപ്പരുന്ത് അവിടേക്ക് വന്നു. ആഹാ, പ്രാവിന്റെ കുട്ടിയോ? പരുന്ത് അതിന്റെ കുട്ടികളെ റാഞ്ചാൻ വേണ്ടി പോയി. അത് വളരെ വേഗതയോടെ പ്രാവിന്റെ കൂടിന്റെ മുകളിലൂടെ പറന്നു. അവൻ ആ കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്നും റാഞ്ചിയതേയില്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചു. കുഞ്ഞ് കൂട്ടിൽ നിന്നും താഴേക്ക് വീണു. അതിന്റെ ചിറകിന് പരിക്കുമേറ്റു. ഇപ്പോൾ പോകുന്നു. എന്റെ ഭാര്യയോടൊത്ത് ഇതിനെ തിന്നാൻ വേണ്ടി ഞാൻ തിരിച്ചു വരുന്നുണ്ട്. അമ്മേ, എനിക്ക് നന്നായി വേദനിക്കുന്നു. മോനെ, നീ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പോൾ വരാം. പ്രാവ് അപ്പോൾ അവിടെ നിന്നും പറന്നുപോയി. കുറെ നേരം പറന്നതിനു ശേഷം അവൾ പക്ഷിറാണിയുടെ മാളികയിലെത്തി. പക്ഷിറാണി, അപകടം സംഭവിച്ചു. എന്തുപറ്റി? എന്തു പ്രശ്നമാണ്? പക്ഷിറാണി, എന്റെ മോനെ ഒരു പരുന്ത് ആക്രമിച്ചു. അവന്റെ ചിറകൾ നല്ല മുറിവേറ്റിട്ടുണ്ട്. ചോരയും വരുന്നുണ്ട്. എന്റെ ദൈവമേ, വാ, ഞാൻ നിന്റെ കൂടെ വന്നു നോക്കാം. പക്ഷിറാണിയും പ്രാവിനോടൊപ്പം പറന്ന് അവളുടെ വീട്ടിലേക്ക് വന്നു. അമ്മേ. മോനെ, വിഷമിക്കണ്ട. കുഞ്ഞ് തറയിൽ തന്നെ കിടന്നു. അവന്റെ ചിറകിൽ നിന്ന് ചോരയും വരുന്നുണ്ടായിരുന്നു. പക്ഷിറാണി അവളുടെ കണ്ണുകൾ അടച്ചിട്ട് പറഞ്ഞു, ഹേ എന്റെ മാന്ത്രിക ശക്തി, ഈ കുഞ്ഞിന്റെ മുറിവ് ശരിയാക്കി ഒരു നിമിഷത്തിൽ ഇവനെ ഭേദമാക്കൂ. അവൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ നെറ്റിയിലുണ്ടായിരുന്ന കല്ലിൽ നിന്നും ഒരു വെളിച്ചം വന്ന് ആ കുഞ്ഞിനു നേരെ പോയി. അവന്റെ മുറിവെല്ലാം ഉണങ്ങി. നിമിഷത്തിനുള്ളിൽ എല്ലാം ശരിയായി. അമ്മേ, എന്റെ എല്ലാം ശരിയായി. നന്ദി പക്ഷിറാണി. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മകൻ ഇപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയൊന്നും പറയേണ്ടതില്ല പ്രാവേ. ഭഗവാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാകും. ഇങ്ങനെ പറഞ്ഞ പക്ഷിറാണി തിരിച്ച് മാളികയിലേക്ക് പോയി. വാ ഡാർലിംഗ്, ഞാൻ നമുക്ക് വേണ്ടി ഭക്ഷണം കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതെയോ? എന്താണ് സംഭവം? പെട്ടെന്ന് പറ, പോകാം. ഞാൻ ഇപ്പോഴാണ് ഒരു പ്രാവിന്റെ കുട്ടിയെ മരത്തിൽ നിന്നും താഴെ ഇട്ടത്. നമ്മളവിടെ എത്തുമ്പോൾ അവൻ ചത്തു കാണും. വാ, അതിനെ തിന്നാൻ വേണ്ടി പോകാം. എന്താ പറഞ്ഞത്? പ്രാവിന്റെ കുഞ്ഞോ? അതെന്റെ ഫേവറേറ്റ് ആണ്. പോകാം. ഭാര്യപ്പരുന്ത് ഗോൾഡിപ്പരുന്തിനോടൊപ്പം കാടിന്റെ ഉള്ളിലേക്ക് പറക്കാൻ തുടങ്ങി. പ്രാവെന്ന പേര് കേട്ടപ്പോൾ മുതൽ എന്റെ വായിൽ നിന്ന് വെള്ളം ഊറിക്കൊണ്ടേയിരിക്കുക. അതെ അതെ ഡാർലിംഗ്, ഞാനും വളരെ കഷ്ടപ്പെട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. രണ്ടുപേരും പ്രാവിന്റെ കൂട്ടിലേക്ക് വന്നു. അവളുടെ കുഞ്ഞ് തറയിൽ തന്നെ ആയിരുന്നു. നിങ്ങളല്ലേ പറഞ്ഞത് ഇത് പരിക്കേറ്റ് കിടക്കുവാണെന്ന്? പക്ഷേ ഇതിന്റെ ശരീരത്തിൽ ഒരു പരുക്ക് പോലും കാണുന്നില്ലല്ലോ. എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്. ഗോൾഡിയും ഭാര്യയും അതിന്റെ നേരേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്നൊരു ശബ്ദം വന്നു. ഗോൾഡിപ്പരുന്തേ, നീ വീണ്ടും എന്റെ കാട്ടിലുള്ള പക്ഷികളെ വേട്ടയാടാൻ ശ്രമിക്കുന്നോ? അയ്യോ അയ്യോ, നീ ഇതാ ഇവിടെ നിന്നും വന്നു. പെട്ടെന്ന് ആ കുഞ്ഞും പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കണ്ടോ പക്ഷിറാണി നിങ്ങളെ എന്താ ചെയ്യുന്നതെന്ന്? നമ്മളിവിടെ വന്ന് മണ്ടന്മാരായി. പെട്ടെന്ന് പക്ഷിറാണിയുടെ കല്ലിൽ നിന്നും പ്രകാശം വന്നു. അവർക്ക് നേരെ പോയി. അവർ അന്തരീക്ഷത്തിൽ തന്നെ നിന്ന് കറങ്ങാൻ തുടങ്ങി. അയ്യോ അയ്യോ അയ്യോ, എന്റെ തല കറങ്ങുന്നുണ്ടേ. എന്റെയും. അയ്യോ പക്ഷിറാണി, ഞങ്ങളെ വിടൂ പ്ലീസ്. വിടണോ? ശരി, വിട്ടേക്കാം. പക്ഷിറാണിയുടെ കല്ലിൽ നിന്നും വീണ്ടും പ്രകാശം വന്ന് അവർക്ക് നേരെ പോയി. രണ്ടുപേരും ഗെയിമിലുള്ളതുപോലെ കരണ്ടടിച്ചതുപോലെ പറന്നു പോകാൻ തുടങ്ങി. ഇനി മേലാൽ ഇവിടെ കണ്ടേക്കരുത്, കേട്ടല്ലോ? രണ്ടുപേരും പറന്ന് വെള്ളച്ചാട്ടത്തിന്റെ മുൻപിലേക്ക് വന്നു വീണു. ഈ റാണി പക്ഷിയെ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ റാണി പക്ഷി 2 മുട്ടകൾ ഇട്ടു. കാട്ടിലെ എല്ലാ പക്ഷികളും ആ കാഴ്ച കാണാനായി അവിടേക്ക് വന്നു. റാണി പക്ഷി,
പുതിയ മുട്ടകൾ ഇട്ടതിന് അഭിനന്ദനങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ മുട്ട നന്നായി നോക്കിക്കോളൂ. എന്ന് ഇതിൽ നിന്നും കുഞ്ഞുങ്ങൾ വരുന്നോ അന്ന് വരെ ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. വേണ്ട, ഞാൻ ഈ കാട്ടിൽ റാണിയാ, നിങ്ങൾ എന്റെ പ്രജകളും. ഇത് ഇങ്ങനെ പോകട്ടെ. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ എപ്പോഴും തയ്യാറാണ്. പക്ഷിറാണിക്ക് ജയ് ഹോ, പക്ഷിറാണിക്ക് ജയ് ഹോ. ആ രാത്രി പക്ഷിറാണി അതിന്റെ കൂട്ടിൽ സുഖമായി ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അവൾ എന്തോ ഒരു ചലനം കേട്ടു. അയ്യോ, ആരാണ്? അവൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുൻപിലെ കുറ്റിക്കാട് അനങ്ങുന്നു. ആരാണവിടെ? പെട്ടെന്ന് ഗോൾഡി പരന്തും അതിന്റെ ഭാര്യയും എഴുന്നേറ്റ് വന്നു. എന്താ പക്ഷിറാണി, സുഖമാണോ? നിങ്ങൾ രണ്ടുപേരും എന്തിനു വന്നു? മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൊയ്ക്കോ. ഞങ്ങൾക്കറിയാം, നിനക്ക് പകൽ സമയത്ത് മാത്രമേ മാന്ത്രികം ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് രാത്രി ഞങ്ങൾ പ്രതികാരം ചെയ്യാൻ വന്നത്. ഇത് കേട്ടപ്പോൾ റാണിപ്പക്ഷി പേടിച്ചുപോയി. പെട്ടെന്ന് കൂട്ടിലുണ്ടായിരുന്ന അവളുടെ 2 മുട്ടകളും അനങ്ങാൻ തുടങ്ങി. എന്റെ മുട്ട! അവൾ തന്റെ മുട്ടയെടുക്കാൻ പോയി. പെട്ടെന്ന് ഗോൾഡി പറഞ്ഞു, അതിന്റെ അർത്ഥം ഞങ്ങൾ കറക്റ്റ് സമയത്താണ് എൻട്രി ആയത്. നിന്റെ മുട്ടയിൽ നിന്നും കുഞ്ഞുങ്ങൾ വരാൻ പോകുന്നു. വാ ഡാർലിംഗ്. ഗോൾഡി, എന്റെ മുട്ടയൊന്നും ചെയ്യരുത്. എന്റെ ജീവൻ എടുത്തോളൂ. വേണ്ട വേണ്ട, അതിൽ ഒരു രസമില്ല. ഗോൾഡിയും ഭാര്യയും ഓരോരോ മുട്ടകളും എടുത്ത് പറന്നുപോയി. രണ്ടുപേരും 2 ദിശയിലേക്ക് പറന്നു. ഞാനൊന്ന് കാണട്ടെ നീ നിന്റെ മുട്ട എങ്ങനെ രക്ഷിക്കുന്നുവെന്ന്. ഞാൻ എന്തു ചെയ്യും? ആരുടെ പുറകെ പോവും? പക്ഷിറാണിക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ ഗോൾഡിയുടെ പിന്നാലെ പോയി. ഓഹോ, നീ എൻ്റെ പിന്നാലെ വരുന്നോ? ശരി, നോക്കട്ടെ എത്ര ദൂരം വരെ നീ എൻ്റെ പിന്നാലെ വരുന്നുവെന്ന്. ഗോൾഡി പരന്ത് തന്റെ മുഴുവൻ വേഗതയും എടുത്തു പറന്നു. പിന്നെ മനഃപൂർവ്വം വേഗതയും കുറച്ചു. എപ്പോൾ പക്ഷി അതിന്റെ അടുത്തെത്തുന്നോ അപ്പോൾ വീണ്ടും വേഗത കൂട്ടാൻ തുടങ്ങും. അങ്ങനെ അവൻ ഒരു ഗുഹയുടെ അടുത്തേക്ക് വന്നു. ഗോൾഡി, നിൽക്കൂ. അവൻ ഒരു വലിയ കല്ലിന്റെ മുകളിൽ വന്ന് നിന്നു. പക്ഷിറാണി, നീ അവിടെ തന്നെ നിന്നോ, അല്ലെങ്കിൽ ഇതിനെ ഞാൻ താഴെയിടും. ഇത് കല്ലിൻ്റെ മുകളിൽ വീണാൽ പൊട്ടിച്ചിതറും. ഗോൾഡി, ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. ഇങ്ങനെ ചെയ്യരുത്. എന്റെ മുട്ട എനിക്ക് തിരിച്ചുതാ. ശരി, ഞാൻ ഈ മുട്ട ഇവിടെ വെച്ചിട്ട് പോകാം. എന്നാൽ ഇപ്പോൾ നീ നിന്റെ കണ്ണുകളടച്ച് 10 വരെ എണ്ണണം. പക്ഷിറാണിക്ക് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അവൾ അവളുടെ കണ്ണുകളടച്ച് എണ്ണാനും തുടങ്ങി. 1, 2, 3, 4, 5. അവൾ 10 വരെ എണ്ണിയപ്പോൾ അവളുടെ കണ്ണുകളും തുറന്നു. പക്ഷേ അപ്പോൾ ഗോൾഡിപ്പരുന്തും അവളുടെ മുട്ടയും അവിടെ നിന്നു മാഞ്ഞുപോയി. ദുഷ്ടനായ ഗോൾഡിപ്പരുന്തേ, അവൾ പല്ലുകൾ കടിച്ചുകൊണ്ട് പറഞ്ഞു. തിരിച്ചു പോകാനായി ഗുഹയുടെ വാതിൽക്കലേക്ക് പോയി. എന്നാൽ അവൾ അവിടേക്ക് പോയപ്പോൾ വെളിയിലേക്ക് പോകാനുള്ള വഴി കാണുന്നില്ല. ആ ഗുഹയുടെ വാതിലിനു മുമ്പിൽ ഒരു കല്ലുകൊണ്ട് അടച്ചു വച്ചിരിക്കുകയായിരുന്നു. ഈ കല്ലിപ്പോൾ മാറ്റിയില്ലെങ്കിൽ ഗുഹയുടെ അകത്തേക്ക് ഒരിക്കലും വെളിച്ചം വരില്ല. എനിക്ക് മായാജാലവും ചെയ്യാൻ പറ്റില്ല. എന്റെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുമോ ആവോ. അവൾ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ഒരു വേദനയേറിയ ശബ്ദവും അവൾ അവിടെ ഉണ്ടാക്കി. ચકલીનું એક ઈંડું ચીલ છીનવીને જતી રહે છે અને બીજું ઈંડું તે લોકો પોતાની પાસે જ રાખે છે. હવે આગળ. જાદુઈ ચકલીને ગુફામાં પુરાઈ રહેતા કલાકો વીતે છે અને તેને તેના ઈંડાની ચિંતા થવા લાગે છે. કદાચ આ પથ્થરને હું હટાવી શકતી હોત અને અહીંથી બહાર નીકળી શકતી હોત, પણ હવે તો એવું લાગે છે કે આ ગુફાની અંદર હું ભૂખી મરી જઈશ. હે ભગવાન, મારા ઈંડાને સલામત રાખજો. બીજી બાજુ ગોલ્ડીબાજ એક ઈંડાને લઈને ચીલની પાસે પહોંચે છે કે જે ઝરણાની પાસે બેઠી હતી. ડાર્લિંગ, હું પેલી ચકલી રાણીને ગુફાની અંદર કેદ કરીને આવ્યો છું. હવે કોઈનાથી ડરવાની જરૂર નથી. ચાલો, સારું થયું. હું તો તે જ વિચારીને ડરતી હતી કે જો તે પાછી આવી જશે અને તેને ખબર પડશે કે મારાથી તેનું ઈંડું ખોવાયું છે તો તે કેટલી ગુસ્સે થશે. શું તે એનું ઈંડું ખોઈ નાખ્યું? હા, તે મારા પંજામાંથી છૂટીને નદીમાં પડી ગયું હતું. ચલો, કંઈ વાંધો નહીં. આપણે જંગલ જઈએ અને બધા પક્ષીઓને સરપ્રાઈઝ આપીએ. ચલો.
બંને જંગલ તરફ રવાના થયા. સવારે સવારે મોન્ટો વાંદરો ઊંઘમાંથી જાગ્યો તો તેણે બધા જાનવરો અને પક્ષીઓને ભેગા કરી નાખ્યા. ચલો સાથીઓ, આપણે જોવા જઈએ કે ચકલી રાણીના ઈંડામાંથી બચ્ચા નીકળ્યા કે નહીં. હા હા, ચલો આપણે ચકલી રાણીના મહેલમાં જઈએ. બધા મહેલમાં પહોંચ્યા ત્યારે ત્યાંનું દ્રશ્ય જોઈને બધા હેરાન થઈ ગયા. ત્યાં ગોલ્ડીબાજ સિંહાસન પર બેઠો હતો. ચીલ ત્યાં જ હતી અને એક બચ્ચું કે જેના માથા પર ચકલી રાણી જેવો હીરો હતો તે ત્યાં જ પાંજરામાં કેદ હતું. ગોલ્ડી અને ચીલ, તમે અહીંયા શું કરો છો? અને અમારી ચકલી રાણી ક્યાં છે? તમારી ચકલી રાણીને અમે ખતમ કરી નાખી છે. આ સાંભળી બધા હેરાન થઈ ગયા. આવું ના થઈ શકે. ચકલી રાણી ના મારી શકે. આજો, આ બચ્ચું જે પિંજરામાં કેદ છે તે આનું જ બચ્ચું છે. જો તે જીવતી હોત તો તેના બચ્ચાને બચાવવા ના આવત કે શું? આ સાંભળી બધાના ચહેરા પર પરેશાનીના ભાવ ઉભરી આવ્યા. હવે તમને બધાને ખબર પડી ગઈ છે ને? તો સમજી લો, આજથી આ જંગલ પર અમારું રાજ હશે. અમારી ખાવા પીવાની અને વિશ્રામ કરવાની વ્યવસ્થા સરસ હોવી જોઈએ, નહીં તો સારું નહીં થાય. બધા જાનવર અને પક્ષી તેમની સેવામાં લાગી ગયા અને બંને જણા જીવનનું સુખ ભોગવવા લાગ્યા. બુલબુલ હંમેશા તેની સેવામાં લીન મહેલની અંદર જ રહેવા લાગી. એક રાત્રે જ્યારે તેઓ બંને સૂતા હતા ત્યારે જંગલવાસીઓએ એક મીટિંગ બોલાવી. મારા હિસાબથી જો ચકલી રાણીમાં શક્તિ હતી ને તો તેના બચ્ચાઓમાં પણ શક્તિ જરૂર હશે. હા, તેના માથા પર તેવો જ હીરો જડેલો છે જેવો ચકલી રાણીના માથા પર છે. તો ઠીક છે, આજે રાત્રે તે બચ્ચાને નીકાળીને મહેલમાંથી બહાર કાઢીએ છીએ. ત્યાર પછી જોઈએ તે બંનેથી અમને કેવી રીતે બચાવી શકે છે. વાંદરો, ઘુવડ, કબૂતરી અને પોપટ ચૂપચાપ મહેલમાં આવ્યા. બુલબુલ બાગ અને ચીલ પર નજર રાખવા લાગી કે ક્યાંક તેઓ જાગી ન જાય. વાંદરાએ ધીમેથી પાંજરું ખોલ્યું અને બચ્ચાને લઈ બધા બહાર આવી ગયા. ચાલ બેટા, જલ્દી જાદુ કર અને ગરુડ અને બાજને કેદી બનાવી લે. ઠીક છે, હું પ્રયત્ન કરું છું વાંદરા અંકલ. બચ્ચાએ આંખો બંધ કરી જાદુ કર્યું તો તેના હીરામાંથી પ્રકાશ નીકળી મહેલમાં ફેલાઈ ગયો. પણ મહેલમાં અંદર પહોંચતા પહેલા જ તે પાછી હીરામાં આવીને સમાઈ ગયો. અરે, આ શું થાય છે? તારો જાદુ કામ કેમ નથી કરી રહ્યો? મને લાગે છે આ સવાલનો જવાબ મારા દાદાજી પાસેથી મને મળશે. એ આખા જંગલમાં સૌથી વૃદ્ધ જાનવર છે. તેમને આ જંગલના રહસ્યોની ખબર જ હશે. હવે મોન્ટો વાંદરો બધાને લઈને પોતાના દાદાજી પાસે પહોંચ્યો અને તેમને બધું કીધું. પહેલી વાત તો હું એ કહી દઉં કે ચકલી રાણી મરી નથી શકતી. આ બંને જણાએ જરૂર તેમની સાથે ચાલ ચાલી હશે. ભગવાન કરે તેવું જ થાય. અમારા ચકલી રાણી જીવતા હોય. અને બીજી વાત એ કે ચકલી રાણી વિશે ભવિષ્યવાણી થઈ હતી તે કે જ્યારે ચકલી રાણી ઈંડા આપશે તો તેમાંથી જોડકા બચ્ચાઓનો જન્મ થશે અને આ બંને બચ્ચાઓની શક્તિ ત્યારે કામ કરશે જ્યારે તેઓ ભેગા મળીને આ શક્તિનો ઉપયોગ કરશે. હા, તેમણે 2 ઈંડા મૂક્યા હતા, અમને યાદ છે. તમે જલ્દીથી તે બચ્ચાને શોધો, પછી જ આપણી પરેશાની દૂર થશે. સોનું કબૂતર, મીઠું, મેના અને કોયલ, તમે ચારે દિશાઓમાં જાઓ અને જંગલમાં જઈને જુઓ કે જે બચ્ચું આના જેવા દેખાવવાળું જોવા મળે તેને તમારી સાથે અહીં લાવજો. સાંજ સુધી આપણે અહીંયા જ મળવાનું છે, ઠીક છે? આમ નક્કી કરી ચારે પક્ષીઓ ચારે દિશાઓમાં જતા રહ્યા. સાંજ પડતા તેમને જંગલમાં કોઈ પણ જગ્યાએ આ બચ્ચા જેવું બચ્ચું જોવા ન મળ્યું. પછી એક જંગલમાં જ્યારે સોનું કબૂતર પહોંચ્યો ત્યારે ત્યાંના રાજા શેરખાન પાસે તેને આવું જ બચ્ચું જોવા મળ્યું. શેરખાન રાજાની જય હો. બોલ, તું કોણ છે અને મારા જંગલમાં કેમ આવ્યો છે? શેરખાન, આ જે બચ્ચું તમારી પાસે બેઠું છે ને
એ અમારી જંગલની રાણી ચકલીનું બચ્ચું લાગે છે. સારું થયું તું આવી ગયો. હું ક્યારનો આને લઈને ખૂબ પરેશાન હતો. ખબર નથી કઈ ચકલીનું બચ્ચું છે, બિચારી હેરાન થતી હશે. બેટા, તું મારી સાથે આવ. તું કોણ છે અને તારે શું કરવાનું છે એ જંગલ જઈને હું તને બતાવી દઈશ. સારું બેટા, જા જંગલમાં જઈને તારી માને મળ. બચ્ચું ખુશી ખુશી સોનું કબૂતરની સાથે જંગલ આવ્યું. બંને જોડિયા બચ્ચાઓ જ્યારે એકબીજાને જુએ છે તો તેઓ એકદમ ખુશ થાય છે. વાંદરા મામા, અમારી મમ્મી ક્યાં છે? બેટા હું તને બધું જ કહું છું. અને પછી મોન્ટુ વાંદરાએ તે બીજા બચ્ચાને બધું કહી દીધું, જે સાંભળી તે બચ્ચાને ખૂબ જ ગુસ્સો આવ્યો. તે બંને દુષ્ટ પક્ષીઓને અમે બંને ભાઈ મળીને નષ્ટ કરીશું. ચાલો ભાઈ. હવે બધા બંને ભાઈઓ સાથે તે મહેલ તરફ રવાના થયા. ત્યાં ગોલ્ડીબાજ અને ચીલ હજુ પણ સિંહાસન ઉપર બિરાજમાન હતા અને બુલબુલ તેમની સેવામાં હતી. અરે, આ બે બચ્ચા કેવી રીતે થઈ ગયા? તે બચ્ચાઓને જોઈને બંને ચોંકી ગયા. તમારી ચકલી રાણીને તો શોધી ના શક્યા. આ બચ્ચાને શોધીને તમે કયું મોટું તીર માર્યું? અમે હમણાં જ બતાવીએ કે અમે બચ્ચાઓ તારે શું કરી શકીએ છીએ. આ સાંભળી બંને હસવા લાગ્યા. બંને બચ્ચાઓએ જાદુ કર્યું અને તેમના હીરામાંથી પ્રકાશ નીકળીને ચીલ અને બાજ પર પડી. ત્યાં જ બંનેની ઉપર એક મોટું પાંજરું આવી ગયું. હા, અરે આ કેવી રીતે થયું? હવે કહે તે મારી મમ્મીને ક્યાં રાખ્યા છે? નહીં તો અમે આ પિંજરાને દરિયામાં નાખી દઈશું. અરે ના ના, બતાવીએ છીએ. રાણી ચકલી જે ગુફામાં કેદ હતી તેના વિશે ગોલ્ડીબાજે બતાવ્યું. બધા જાનવરો સાથે તે બે બચ્ચા તે ગુફાએ પહોંચી ગયા અને જાદુથી તે પથ્થર હટાવ્યો અને ચકલી રાણી ગુફાની બહાર આવી. મારા પ્રિય બચ્ચાઓ, તમે સલામત તો છો ને? ચકલી રાણી ખુશીના આંસુએ રડવા લાગી અને બંને બાળકો પોતાની માને મળીને ખૂબ જ ખુશ થયા. મારા પ્રિય બચ્ચાઓ, મને તો ક્યારે લાગ્યું પણ નહોતું કે હું તમને ફરીથી મળી શકીશ. ચકલી રાણી બધાની સાથે જંગલે પાછી આવી અને પોતાના મહેલમાં પોતાના બચ્ચાઓ સાથે રહેવા લાગી. ગોલ્ડીબાજ અને ચીલને હંમેશા માટે જેલમાં કેદ કરવામાં આવ્યા.